ഹായ് ഫ്രണ്ട്സ്, ഫേവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം 2024 എന്ന് പറയുന്ന ഒരു പുതിയ വർഷം നമ്മളിലേക്ക് എത്തുകയാണല്ലേ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം എല്ലാവർക്കും കുറേ എക്സാമുകൾ മുമ്പിലുണ്ട്. LSG ഉണ്ട്, അതുപോലെ LDC ഉണ്ട്, LGS ഉണ്ട്. അപ്പോൾ കുറേ എക്സാംസ് നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ വർഷം വളരെ മികച്ചൊരു വർഷമാകട്ടെ. ഈ വർഷം നിങ്ങളുടെ സ്വപ്നം സാഫല്യമാകട്ടെ. എല്ലാവരും ജോലിയിൽ കയറട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. ഓക്കെ, കെമിസ്ട്രിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റവും മോളിക്യൂളിനെയും കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ PDF ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അല്ലേ. കമൻറ്റ് അയക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ വിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും നമ്മുടെ ആശംസകളൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. കെമിസ്ട്രി അല്ലേ, രസതന്ത്രം എന്ന് മലയാളത്തിൽ പറയും. ഈ കെമിസ്ട്രി രസമാണോ? കെമിസ്ട്രി പേര് പോലെ രസകരമാണോ? ഓക്കെ, രസകരമാണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് രസകരമാക്കാം. നമുക്കിതിനകത്ത് ആറ്റത്തെക്കുറിച്ച്, തന്മാത്രയെക്കുറിച്ച്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ടോപ്പിക് സമയം പോകും. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകണം. അപ്പോൾ ഇതിനകത്ത് ആദ്യം കാണുന്ന സാധനം കണ്ടോ, ആറ്റം. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ? നിങ്ങൾ അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാനല്ല, നമ്മൾ കെമിസ്ട്രിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? എങ്ങനെയാണ് കെമിസ്ട്രി എന്നുള്ള പേരൊക്കെ വന്നത്? പിന്നെ ആരാണ് ഇതിൻ്റെ പിതാവ്? നമ്മളെല്ലാം പറയുമ്പോൾ അച്ഛൻ ആരെന്ന് പറയണ്ടേ? അപ്പോൾ അമ്മ ആരെന്ന് പറയുന്നില്ല കേട്ടോ, അച്ഛനെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ പോവുകയാണ്. അച്ഛൻ ആര് എന്നൊക്കെ നമ്മളൊന്ന് പറയാൻ പോവുകയാണ്. ഓക്കെ ആണ്, എല്ലാവരും റെഡി അല്ലേ? അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി മുതലാണ് നമ്മൾ പോയിന്റ്സുകൾ ഇങ്ങനെ മഴ പോലെ വർഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുമ്പം ആദ്യകാല പേരെന്താണ്? അത് ഒരു എക്സാമിൻ്റെ ചോദ്യമാണ്. ആദ്യകാല പേര് എന്താണ്? ആൽക്കമി എന്നാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ ആദ്യകാല പേരെന്താണ്? ആൽക്കമി എന്നാണ്. ഓക്കെ, ഇതൊരു 18-ാം നൂറ്റാണ്ടിൽ ആധുനിക രസതന്ത്രം രൂപപ്പെടുന്നു. അപ്പം നമുക്ക് ആദ്യം ഒരു കെമിസ്ട്രി ആൽക്കമി ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 18-ാം നൂറ്റാണ്ടൊക്കെ എടുത്തപ്പോഴാണ് നമുക്ക് എന്ത് രൂപപ്പെട്ടത്? ആധുനിക കെമിസ്ട്രി, മോഡേൺ കെമിസ്ട്രി രൂപപ്പെട്ടത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഈ കെമിസ്ട്രിയെ രസായനശാസ്ത്രം, രാസക്രിയ, രാസവിദ്യ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കെമിസ്ട്രിയെ വിളിച്ചത്. അപ്പോൾ ഓരോ ലാംഗ്വേജ് ആണ്. അപ്പോൾ ലോകം മുഴുവൻ പല പല ലാംഗ്വേജസ് ആണ്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് വിളിക്കുന്നത്. എങ്കിലും കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെയിനായിട്ടുള്ള ടേമുകൾ അല്ലേ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്ത് വിളിച്ചു? രസായനശാസ്ത്രം, രാസക്രിയ, രാസവിദ്യ ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെട്ടത്. നമ്മൾ മലയാളത്തിൽ അറിയപ്പെട്ട സാധനങ്ങളാണ്. ക്ലിയർ ആണ്? ഇനി നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. എക്സാമുകളുടെ ഒരു സ്ഥിരം ചോദ്യമുണ്ട്. നമ്മൾ ഇതിനകത്ത് പറയുന്നതെല്ലാം PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ലാണ്ട് കെമിസ്ട്രിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ചരിത്രങ്ങളും പല പല ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ പറഞ്ഞ് നമ്മളുടെ സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് വളരെ പ്രീഷ്യസ് ആണ് നമ്മളുടെ ടൈം. നമുക്ക് പഠിക്കുമ്പോൾ ഏറ്റവും വേണ്ട കണ്ടന്റ്, എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടന്റാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് അനാവശ്യമായ കുറേ കാര്യങ്ങൾ ഇറങ്ങി പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനത്തെ അനാവശ്യ പോയിന്റ്സുകളൊന്നും തന്നെ നമ്മൾ ചർച്ച ചെയ്യത്തില്ല. പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ യുഎൻഒ കെമിസ്ട്രി വർഷമായി ആചരിച്ചത് 2011 ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് അന്താരാഷ്ട്ര കെമിസ്ട്രി വർഷം ഏത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രകാശ വർഷം ഏത്, അന്താരാഷ്ട്ര ഫിസിക്സ് ഭൗതിക ശാസ്ത്ര വർഷം ഏത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോന്നും ഇന്റർനാഷണൽ ഇയേഴ്സ് പഠിക്കാനുണ്ട്. ഇപ്പോൾ 2023 വർഷത്തിൻ്റെ പ്രാധാന്യം എന്ത്, 22-ൻ്റെ എന്ത്, 21-ൻ്റെ അങ്ങനെ ഇന്റർനാഷണൽ ഇയേഴ്സ് UN വർഷം ആചരിക്കുന്നതൊക്കെ നമുക്ക് എക്സാമിന് സ്ഥിരം ചോദ്യങ്ങളാണ്. അപ്പോൾ ഫിസിക്സിന് 2005, ഒപ്റ്റിക്സിന് 2005. എന്നാൽ UN കെമിസ്ട്രി വർഷമായിട്ട് ആചരിച്ചത് 2011. എന്തുകൊണ്ടാണ് 2011 കെമിസ്ട്രി വർഷമായി ആചരിച്ചത്? ഒരുപാട് വർഷങ്ങളുണ്ട്, പക്ഷേ 2011 തന്നെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ നമ്മുടെ റേഡിയവും പൊളോണിയവും കണ്ടെത്തിയ മേരി ക്യൂറിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്
1911 അപ്പൊ 100 വർഷം പിന്നിട്ടു. ആ ഓർമ്മയ്ക്കാണ് കെമിസ്ട്രി വർഷമായിട്ട് 2011 ആചരിച്ചത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആദ്യകാല പേരെന്താണ്? ആൽക്കമി എന്നാണ്. 18ാം നൂറ്റാണ്ടില് നമ്മളുടെ മോഡേൺ കെമിസ്ട്രി രൂപപ്പെടുന്നു. പണ്ട് നമ്മൾ വിളിച്ചിരുന്നത് രസായന ശാസ്ത്രം, രസക്രിയ, രാസവിദ്യ ഇങ്ങനെയൊക്കെയാണ്. കെമിസ്ട്രി വർഷമായിട്ട് UN ആചരിക്കുന്നത്, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ UNO ആചരിച്ചത് 2011 എന്തുകൊണ്ട് 2011 ആചരിച്ചു? ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിക്കാം. മേരി ക്യൂറി റേഡിയം പൊളോണിയം കണ്ടെത്തുന്നു. 2011 100 വർഷം തികഞ്ഞു. അതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത പോയിന്റാണ്. നമുക്കിനി പിതാക്കന്മാരിലേക്ക് വരികയാണ്. കണ്ടോ, നമ്മൾ ആദ്യം ഒരു പിതാവിനെ പഠിക്കും, പിന്നെ നമ്മൾ ആധുനിക നമ്മളുടെ മോഡേൺ രസതന്ത്രത്തിന്റെ പിതാവിനെ പഠിക്കും, അത് കഴിയുമ്പോൾ ഇന്ത്യയുടെ കെമിസ്ട്രിയുടെ പിതാവിനെയും പഠിക്കും. 3 പിതാക്കന്മാരാണ്. നിനക്ക് ഒരച്ഛനാണോ? അല്ല, എനിക്ക് 3 അച്ഛനാണെന്നാണ് കെമിസ്ട്രി പറയുന്നത്. ഓക്കെ, അപ്പൊ റോബർട്ട് ബോയിൽ പിതാവ് റോബർട്ട് ബോയിലാണ്. ആരാണ് പിതാവ്? റോബർട്ട് ബോയിലാണ്. ഇദ്ദേഹം അയർലൻഡുകാരനാണ്. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? അയർലൻഡുകാരനാണ്. മൂലകത്തിന്, എലമെന്റ്സിന് ആദ്യമായി നിർവചനം നൽകി. എന്താണ് എലമെന്റ്സ് എന്നൊരു നിർവചനം നൽകിയത് ആരാണ്? റോബർട്ട് ബോയിലാണ്. ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ്. അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ്. എന്താണ് അറിയപ്പെടുന്നത്? അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ. അതിൽ ഇദ്ദേഹം ഒരു പുസ്തകം രചിച്ചു. സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന കൃതി രചിച്ചതും ആരാണ്? റോബർട്ട് ബോയിലാണ്. സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് നമ്മുടെ റോബർട്ട് ബോയിലാണ്. അപ്പൊ റോബർട്ട് ബോയിൽ എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ ആൻസർ പറയും റോബർട്ട് ബോയിൽ. അയർലൻഡിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് പിതാവാക്കി? എലമെന്റ്സ്, മൂലകത്തിന് നിർവചനം നൽകി. അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന് അറിയപ്പെടുന്നു. സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന കൃതി രചിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബോയിലിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ റോബർട്ട് ബോയിലിന്റെ കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മളുടെ 18ാം നൂറ്റാണ്ടിൽ വന്ന എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? മോഡേൺ കെമിസ്ട്രിയായ ആധുനിക രസതന്ത്രം എന്ന് മലയാളത്തിൽ പറയുന്നതിന്റെ പിതാവ് ലാവോസിയാണ്. ആരാണ്? ലാവോസിയ. മൂലകങ്ങളെ ഇദ്ദേഹം ലോഹമെന്നും അലോഹമെന്നും വേർതിരിച്ചു. മൂലകങ്ങൾ എങ്ങനെയാണ് വേർതിരിച്ചത്? മൂലകങ്ങൾക്ക് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇന്ന് പീരിയോഡിക് ടേബിൾ നമുക്കറിയാം. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. അപ്പൊ ആദ്യം മൂലകങ്ങളെ എടുത്തു വെച്ചിട്ട് ലോഹമെന്നും അലോഹമെന്നും മാത്രം ക്ലാസിഫൈ ചെയ്തൊരു വ്യക്തിയുണ്ട്. അതാണ് നമ്മുടെ ലാവോസിയ. മൂലകങ്ങളെ ലോഹമെന്നും അലോഹമെന്നും ക്ലാസിഫൈ ചെയ്തത് ആരാണ്? നമ്മുടെ ലാവോസിയ. ഈ ലാവോസിയാണ് മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ചത്. ലാവോസിയുടെ ഇച്ചിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ അങ്ങ് പഠിച്ചു വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയും നമ്മൾ ഇതൊക്കെ പറയും. അപ്പൊ ലാവോസി എന്ന് പറയുമ്പോൾ മൂലകങ്ങളെ എന്ത് ചെയ്തു? ലോഹമെന്നും അലോഹമെന്നും വേർതിരിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം തീരുന്നില്ല. ഇദ്ദേഹം മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ചു. നമുക്ക് ഊർജ്ജ സംരക്ഷണ നിയമം അറിയാം. ഊർജ്ജത്തെ നശിപ്പിക്കുവാനോ നിർമ്മിപ്പിക്കുവാനോ പറ്റത്തില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാനേ പറ്റൂ. എല്ലാവരും പണ്ടേ പഠിച്ചെന്ന് തറവായ ഒരു ഇക്വേഷൻ ആണ് ഇതല്ലേ? ഊർജ്ജ സംരക്ഷണ നിയമം എന്താണെന്ന് ചോദിച്ചാൽ പ്രസ്താവിക്കാൻ അറിയാം. അതുപോലെ തന്നെയാണ് മാസ് സംരക്ഷണ നിയമം. ഈ മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ചത് നമ്മുടെ ലാവോസിയാണ്. ഇനി നമുക്കൊക്കെ അറിയാവുന്ന ഒരു സാധനമുണ്ട്, ഓക്സിജൻ. നമ്മൾ ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ അല്ലേ നമ്മുടെ ജീവവായുവാണ്. അതുപോലെ നമുക്ക് വെള്ളത്തിലുള്ള കണ്ടന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ണും പൂട്ടി പറയും ഹൈഡ്രജനും ഓക്സിജനുമാണ് വെള്ളം എന്ന് പറയും അല്ലെ? H2O എന്ന് വരെ അറിയാം. അപ്പൊ ആ ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ആരാണ്? ലാവോസിയ. കണ്ടെത്തിയെന്ന് ഞാൻ പറഞ്ഞോ? ഹൈഡ്രജൻ കണ്ടെത്തി, ഓക്സിജൻ കണ്ടെത്തി എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. ഈ ഹൈഡ്രജനെ ഹൈഡ്രജൻ എന്ന പേരിട്ടതും ഓക്സിജനെ ഓക്സിജൻ എന്ന പേരിട്ടതും ആരാണ്? ലാവോസിയ. പേരിടുന്ന ആളാന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓക്സിജൻ കണ്ടെത്തിയത് ആരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ജോസഫ് പ്രീസ്ലി എന്നൊക്കെയാണ് പഠിക്കേണ്ടത്. നമുക്ക് ഓക്സിജൻ ഒക്കെ പഠിക്കാനുണ്ട്, അപ്പോൾ ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇനി ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഇദ്ദേഹം കൊല്ലപ്പെട്ടു. 1789 ഫ്രഞ്ച് വിപ്ലവം എല്ലാവർക്കും അറിയത്തില്ലേ?
7, 8, 9 അടിപൊളി ഒരു ഡേറ്റ് ആണ് ഓർത്ത് വെക്കാൻ. 7, 8, 9 അല്ലേ. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട വ്യക്തിയാണ് നമ്മളുടെ ലാവോസിയ. ക്ലിയർ ആണ്? ലാവോസിയ കൊല്ലപ്പെട്ടു. എപ്പോഴാണ് കൊല്ലപ്പെട്ടത്? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി. ഒന്ന്, റോബർട്ട് ബോയിൽ ആരാണ്? ലാവോസിയ ആരാണ്? കെമിസ്ട്രി UN വർഷം എന്ന് ആചരിച്ചു. ഇതൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രഫുല്ല ചന്ദ്ര റേയെ കുറിച്ചാണ്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് ഇദ്ദേഹം. ഇന്ത്യയുടെ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേ ആണ്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേ ആണ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ ആദ്യം നമ്മുടെ മരുന്ന് നിർമ്മാണ കമ്പനി ഉണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങിയ ഒരു മരുന്ന് നിർമ്മാണ കമ്പനി ഉണ്ട്, ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽ. ഇതിന്റെ സ്ഥാപകനാണ് പ്രഫുല്ല ചന്ദ്ര റേ. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽ ആണ്. അതിന്റെ സ്ഥാപകനാണ് പ്രഫുല്ല ചന്ദ്ര റേ. ഇദ്ദേഹത്തിനെ രാസവ്യവസായത്തിന്റെ സ്ഥാപകനെന്നും രാസവ്യവസായത്തിന്റെ പിതാവെന്നും വിളിക്കുന്നു. രാസവ്യവസായത്തിന്റെ സ്ഥാപകനാണ്, പിതാവാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട്. ബംഗാളിയാണല്ലോ, അപ്പോൾ ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും. പ്രഫുല്ല ചന്ദ്ര റേയുടെ എന്താണ്? കണ്ടോ, ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപകൻ. ഇപ്പൊ ബംഗാളിയാണ് താൻ. ഇപ്പൊ ബംഗാളി രസതന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും അനുഭവങ്ങളും. ഇതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഈ നമ്മളുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആവേശം പകർന്ന ഈ പ്രഫുല്ല ചന്ദ്ര റേ, PC റേ, ഇദ്ദേഹത്തിന്റെ ഒരു രചനയാണ് ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം. ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം. ക്ലിയർ ആണ്? ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം. അപ്പോൾ നമ്മളുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മളുടെ ടോപ്പിക്കിലേക്കാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഉത്തരം പെട്ടെന്ന് കമന്റ് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, UNO കെമിസ്ട്രി വർഷമായി ആചരിച്ചത് എന്നാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. UNO എന്നാണ് കെമിസ്ട്രി വർഷമായി ആചരിച്ചത്? വളരെ വേഗം ആൻസർ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരുടെ മനസ്സിൽ 1911 നമ്മുടെ മേരി ക്യൂറി അതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ ആണ്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ആരാണ് നമ്മുടെ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ്? ആരാണ് ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ്? ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? അപ്പോൾ ഉടനെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി വരണം. ബംഗാളി. അപ്പോൾ ഇദ്ദേഹം ബംഗാൾ ഫാർമസ്യൂട്ടിക്കലിന്റെ സ്ഥാപകനാണ്. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവാണ്. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ സ്ഥാപകനാണ്. പിന്നെ നമ്മൾ എന്തോർക്കും? ഇദ്ദേഹത്തിന്റെ ആത്മകഥ, ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇദ്ദേഹം എഴുതിയ കൃതി. ഇത്രയും നമ്മൾ ഓർമ്മ വന്നു. ഇനി നമ്മൾ പറയുന്ന ഒരു പോയിന്റ്, ആരാണ് ഹൈഡ്രജനും ഓക്സിജനും പേര് കൊടുത്തത്? ആര്? അപ്പൊ നമ്മൾ ഉടനെ ഓർക്കും, മോഡേൺ കെമിസ്ട്രിയുടെ പിതാവാണ്. ഇദ്ദേഹം മൂലകങ്ങളെ ലോഹമെന്നും അലോഹമെന്നും വേർതിരിച്ചു, അല്ലേ? അപ്പോൾ എന്തിന് പേരിട്ടു? അതൊക്കെ നമ്മൾ ഓർത്തു. സംരക്ഷണ നിയമം പ്രസ്താവിച്ചു. ഇതെല്ലാം നമ്മൾ ഓർത്തു. പിന്നെ നമുക്ക് നമ്മുടെ രസതന്ത്രത്തിന്റെ പിതാവിനെ പറയാണ്ടിരിക്കാൻ പറ്റുമോ? എലമെന്റ്സിന് നിർവചനം നൽകിയ വ്യക്തി ആരാണ്? എലമെന്റ്സിന് നിർവചനം നൽകി അയർലൻഡിൽ ജനിച്ച ആ വ്യക്തി ആരാണ്? ഓക്കെ, അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നു. സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന കൃതി രചിച്ചു. അപ്പോൾ അതത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ ആറ്റത്തിലേക്ക് വരികയാണ്. നമ്മളെല്ലാവരും ആറ്റത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ആറ്റത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്? ഏറ്റവും കുഞ്ഞു സാധനമാണ് ആറ്റം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പഞ്ചസാരയുടെ രുചി മധുരമാണ് എന്നറിയാം. ഉപ്പിൻ്റെ ഒരു രുചി നിങ്ങൾക്കറിയാം. പുളിയുടെ ഒരു രുചി നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു പദാർത്ഥം എടുക്കുകയാണ്, അതിൻ്റെ ഗുണവും ആ രുചിയും ഒക്കെ കിട്ടുന്ന ഏറ്റവും ചെറിയ ഒരു പദാർത്ഥം, ആ സാധനത്തിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആ പദാർത്ഥം രുചിച്ചു നോക്കിയാൽ അതിൻ്റെ ഗുണം കാണിക്കണം. അതിൻ്റെ ഗുണം, ഉപ്പിൻ്റെ രുചി അല്ലെങ്കിൽ പുളിയുടെ രുചി അല്ലെങ്കിൽ മധുരത്തിൻ്റെ പഞ്ചസാരയുടെ രുചി കാണിക്കാൻ പറ്റുന്ന, ഇനി വിഭജിക്കാൻ സാധിക്കാത്ത
ഏറ്റവും കുഞ്ഞു സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആറ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആറ്റം എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. ഇനി ഇതിനെ വിഭജിക്കാൻ സാധിക്കുമോ? ഇല്ല. ഏറ്റവും കുഞ്ഞാണിത്. ഇതിനപ്പുറം ഒരു കുഞ്ഞില്ല. ഓക്കെ, ഇനി എനിക്ക് കീറി മുറിക്കാൻ പറ്റത്തില്ല, മാക്സിമം ആയി. ഇതാണ് ഏറ്റവും ചെറുത്. അപ്പൊ അതാണ് എന്ത്? ആറ്റം. നമ്മൾ എക്സാം എഴുതി, അപ്പൊ 50 എനിക്ക് 0 കിട്ടി. എന്നിട്ട് ടീച്ചർ പറയുന്നത് നെഗറ്റീവ് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ തരാമായിരുന്നു. അപ്പൊ ഏറ്റവും കുഞ്ഞു നമ്പറാണ് എനിക്ക് കിട്ടിയത്, അല്ലെ? അപ്പൊ അതേപോലെ ഇനി ഇതിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. അതിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ നിന്നുള്ള പദമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ആൻസർ ഗ്രീക്ക്. ആറ്റം എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള പദമാണ്. ഇത് ഏത് വേർഡിൽ നിന്നാണ് വന്നത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വേർഡ് ഉണ്ടായത്. ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വേർഡ് ഉണ്ടായത്. ഈ ആറ്റമോസ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ആറ്റം എന്ന് പറയുന്ന സാധനം ഏറ്റവും ചെറുതല്ലേ, ഇനി വിഭജിക്കാൻ പറ്റാത്തൊരു സാധനമല്ലേ? അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം, വിഭജിക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വിഭജിക്കാൻ പറ്റാത്തത്. ആറ്റമോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ്, അതുകൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലാവാത്തത്. അപ്പൊ ഇതിന്റെ അർത്ഥം തന്നെ വിഭജിക്കാൻ പറ്റാത്തത് എന്നാണ്. ഏറ്റവും കുഞ്ഞ് സാധനമാണ് ആറ്റം. അപ്പോ ഈ ജോൺ ഡാൾട്ടൺ, ഇനി നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആരാണ് ജോൺ ഡാൾട്ടൺ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആറ്റത്തെ കണ്ടെത്തിയ ആളാണ് ജോൺ ഡാൾട്ടൺ. നമ്മളിപ്പോൾ പറഞ്ഞ രാസപരമായ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയായ ആറ്റത്തെ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ജോൺ ഡാൾട്ടൺ. അപ്പൊ ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇദ്ദേഹം ബഹു അനുപാത നിയമം, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അതുപോലെ ഭാഗിക മർദ്ദ നിയമം, ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഇതും ആവിഷ്കരിച്ചു. ആറ്റം മാത്രം കണ്ടെത്തിയതല്ല, ആറ്റം കണ്ടെത്തി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രസിദ്ധി എന്ന് നമുക്ക് പറയാം. എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു 2 കാര്യങ്ങൾ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ബഹു അനുപാത നിയമം, ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഭാഗിക മർദ്ദ നിയമം, ഇത് ഇദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഇവരുടെയൊക്കെ കൃതി തന്നിട്ട് ആരാണ് രചിച്ചത് എന്ന് ചോദിക്കും. പിന്നെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ എഴുതാം: എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി ഡാൾട്ടൺ രചിച്ചു, ആറ്റം കണ്ടെത്തി, ബഹുഅനുപാത നിയമം പ്രസ്താവിച്ചു. എന്നിട്ട് വേറൊരെണ്ണം കൂടെ തന്നിട്ട് പറയും തെറ്റായതേത്. അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് പറഞ്ഞ സാധനം തെറ്റ്, ബാക്കി ഇത്രയും ശരിയാണെന്ന് പിടികിട്ടിയില്ലേ? ശരിയായതേതെന്ന് ചോദിച്ചാൽ 1, 2, 3 ശരി. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് രീതിയിലും ഇപ്പോൾ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ പോയിന്റുകളും വളരെ ആർത്തിയോടുകൂടി തന്നെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയേ പറ്റൂ. കാര്യം അതായിരിക്കാം ചോദ്യം. ഓക്കെ, അപ്പൊ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ തന്നെ. ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ജോൺ ഡാൾട്ടൺ. ഇനി ഇദ്ദേഹത്തിന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു അസുഖമുണ്ടായിരുന്നു. ഈ അസുഖത്തിന്റെ പേരാണ് വർണ്ണാന്ധത. അപ്പൊ ഇദ്ദേഹത്തിന് കളർ അറിയത്തില്ല, കളർ ബ്ലൈൻഡ്നെസ് എന്ന രോഗമുണ്ട്. ഏതൊക്കെ കളർ അറിയത്തില്ല? റെഡും ഗ്രീനും തിരിച്ചറിയാൻ പറ്റത്തില്ല, പക്ഷെ ബ്ലൂ എന്ന് പറയുന്ന കളർ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവർക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക്. കാര്യം ഇവർക്ക് പ്രൈമറി കളേഴ്സ് പറ്റുന്നില്ല, പിന്നെ സെക്കൻഡറി കളേഴ്സ് പറ്റത്തില്ലല്ലോ. പ്രൈമറിയുടെ കോമ്പിനേഷൻ ആണല്ലോ സെക്കൻഡറി. അപ്പൊ ഇവർക്ക് കുറെ കളേഴ്സ് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ രോഗമുള്ളത് കൊണ്ട് ഈ രോഗത്തെ ഡാൾട്ടണിസം എന്ന് വിളിച്ചു. വർണ്ണാന്ധതയുണ്ട്, കളർ ബ്ലൈൻഡ്നെസ് എന്നാണ് ഈ രോഗത്തിന്റെ പേര്. റെഡ് ഗ്രീൻ പറ്റില്ല, ബ്ലൂ പറ്റും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ രോഗമുള്ളത് കൊണ്ട് ഈ രോഗത്തിനെ തന്നെ ഡാൾട്ടണിസം എന്ന് വിളിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാണ്. ആറ്റം കണ്ടെത്തിയത് ഡാൾട്ടനാണ്. എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആരാണ് ആദ്യമായി ഉപയോഗിച്ചത്? ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റത്തിന് ചാർജ് ഉണ്ടോ? അപ്പൊ പറയുകയാണ് ആറ്റത്തിന് ചാർജ് ഇല്ല. അപ്പൊ എന്താണ് ആറ്റം? നമ്മുടെ ആറ്റത്തിൽ എന്തൊക്കെയുണ്ട്? മൗലിക കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ആറ്റത്തിന് ഒരു കേന്ദ്ര ഭാഗമുണ്ട്. അതിൻ്റെ പേരാണ്
ന്യൂക്ലിയസ്. ആറ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആറ്റത്തിനകത്ത് ആറ്റത്തേക്കാൾ ചെറുതായിട്ടുള്ള മൗലിക കണങ്ങളുണ്ട്. അപ്പൊ അതാണ് ആറ്റത്തിന്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂക്ലിയസ് ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതുവരെ എന്താണ് ആറ്റം എന്ന് മനസ്സിലാക്കാത്തവർ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഇത് തെറ്റിപ്പോത്തില്ല. ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഏറ്റവും കുഞ്ഞു സാധനമാണ്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ പദം വന്നത്. ആറ്റമോസ് എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. ആറ്റമോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ വിഭജിക്കാൻ പറ്റാത്തത്. ആറ്റം എന്ന് വെച്ചാൽ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു കുഞ്ഞു സാധനം. ഇനി വിഭജിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന്റെ രുചിയും എല്ലാം രാസപരമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും ഈ കുഞ്ഞ് ആറ്റം കൊണ്ട്. ജോൺ ഡാൾട്ടൺ എന്ന് പറയുമ്പോൾ ആറ്റം കണ്ടെത്തിയതാണ്. അദ്ദേഹം ആറ്റം മാത്രമല്ല, ബഹു അനുപാത നിയമം, ഭാർഗിക മർദ്ദ നിയമം ഇതൊക്കെ കണ്ടെത്തിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. ഇദ്ദേഹത്തിന് ഒരു രോഗമുണ്ടായിരുന്നു, വർണ്ണാന്തത, ഡാൾട്ടണിസം എന്നതിനെ പറയുന്നു. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ആറ്റത്തിന്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര്? അത് ഓസ്റ്റോ വാൾഡാണ്. ആരാണ് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓസ്റ്റ് വാൾഡാണ്. ഓസ്റ്റ് വാൾഡാണ് ആറ്റത്തിന് പേരിട്ടത്. അപ്പോൾ നമ്മൾ ആറ്റത്തിനേക്കാൾ ചെറിയ കണങ്ങളുണ്ട്, കണങ്ങളാണുള്ളത് കേട്ടോ. ആ കണങ്ങളുടെ പേരാണ് ആറ്റത്തിന്റെ മൗലിക കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് നമ്മൾ പഠിച്ചു. ഇനി ആറ്റത്തിന്റെ ഒരു ഘടനയിലേക്ക് പോവുകയാണ്. ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നത്? അങ്ങനെയാണ് ചോദിച്ചാൽ അതിനൊരു കേന്ദ്രഭാഗമുണ്ട്. ഈ കേന്ദ്രഭാഗത്തിനെ എന്ത് വിളിക്കും? ന്യൂക്ലിയസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കുന്നത്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ക്ലിയർ ആണ്? ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിനെ എന്ത് വിളിക്കും? ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അതിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അപ്പൊ ആറ്റം കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ്. അതിനകത്തൊരു പ്രോട്ടോണും ഉണ്ട്. ഒരെണ്ണം എന്നല്ല, അതിൻ്റെ എണ്ണം അനുസരിച്ച് പ്രോട്ടോൺസും ന്യൂട്രോണുകളും ഉണ്ട്. ഇനി ഈ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ത്? ന്യൂക്ലിയസിന്റെ മൊത്തത്തിലെ ചാർജ് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. അപ്പോൾ ആറ്റത്തില് കേന്ദ്രഭാഗത്തിന്റെ പേര് ന്യൂക്ലിയസ് എന്നാണ്. ഈ ന്യൂക്ലിയസിനകത്തുള്ള സാധനങ്ങളാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഒരെണ്ണത്തിന് ചാർജ് ഉണ്ടോ? ഒന്നിന് ചാർജ് ഇല്ല. അപ്പോൾ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? അപ്പോൾ ആറ്റത്തിന്റെ ചാർജ് എന്താണ് നമ്മൾ പറഞ്ഞു വരികയാണ്. നമ്മൾ അതിന്റെ കേന്ദ്രഭാഗത്തിലേക്ക് എത്തി. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. കേന്ദ്രഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആറ്റത്തിനെ, ഈ ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കുറെ ഇലക്ട്രോണുകളുണ്ട്. ആറ്റത്തില് ഈ ന്യൂക്ലിയസിന് ചുറ്റും കുറെ എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ചാർജ് മില്ലിക്കനാണ് കണ്ടെത്തിയത്. ഇതിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ക്ലിയർ ആണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഉള്ളിൽ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂക്ലിയസിനുള്ളിൽ ന്യൂട്രോൺ ഉണ്ട്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇത്രയും മനസ്സിലായി. ഇതിങ്ങനെ ചുറ്റി പല പാതയിൽ ഇങ്ങനെ ഓർബിറ്റിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനെയാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു, ന്യൂക്ലിയസിനെ കേന്ദ്രമാക്കി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇത്രയും പിടികിട്ടിയില്ലേ? ഇത്രയും പിടികിട്ടി. ഇനി ഈ പ്രോട്ടോണിന്റെയും ഈ ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായിരിക്കും. അപ്പൊ ഇതിനകത്തൊരു 5 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ വെളിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? വെളിയിൽ ഇലക്ട്രോൺസിന്റെ എണ്ണവും 5 ആണ്. അപ്പൊ 5 + 5 - അവസാനം ചാർജ് എന്തുവാ? 0. 10 പ്രോട്ടോൺ എങ്കിൽ വെളിയിൽ 10 ഇലക്ട്രോൺ ഉണ്ട്. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എപ്പോഴും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ആറ്റത്തിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ആറ്റത്തിനും ചാർജ് ഇല്ല. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഘടനയെ മനസ്സിലാകാതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. കമൻസ് പറയണേ. ഹൈ സിൻമോൾ, ഇല്ല ഡൗട്ട് ഇല്ല. ഇതുവരെ ക്ലിയർ അല്ലേ? ഇതുവരെ എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആറ്റത്തിന് ചാർജ് ലഭിക്കും. നമ്മൾ പറഞ്ഞു ആറ്റത്തിന് ചാർജ് ഒന്നുമില്ല, ആറ്റം എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു, ചാർജ് ഇല്ല. എന്നാൽ ആറ്റത്തിന് ചാർജ് കിട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. എപ്പോഴാന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മ സ്റ്റേറ്റിലാവുകയാണെങ്കിൽ ആറ്റത്തിന് ചാർജ് കിട്ടും. ആറ്റം എപ്പോഴാണ് പ്ലാസ്മ സ്റ്റേറ്റിലാവണം. നമുക്കറിയാം നമ്മുടെ ദ്രവ്യത്തിന്റെ പല അവസ്ഥകളുണ്ട് അല്ലേ? ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ, നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. മിന്നലിലൊക്കെ കാണപ്പെടുന്ന, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് പ്ലാസ്മ. ഈ അവസ്ഥയിലാണ് ആറ്റം ഇരിക്കുന്നതെങ്കിൽ ആറ്റത്തിന് ഇച്ചിരി ചാർജ് ഒക്കെ ലഭിക്കും. എക്സെപ്ഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആറ്റം കണ്ടെത്തിയത് ഡാൾട്ടൺ, ആറ്റം എന്ന പദം ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. എന്നാൽ ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവാര്? നമ്മളുടെ അറ്റോമിക ചിന്തയുടെ പിതാവ് ഡെമോക്രീറ്റസ് ആണ്. ചിന്തയുടെ പിതാവ് ഡെമോക്രീറ്റസ് ആണ്. നമ്മൾ ചിന്ത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എന്നിട്ട് ഇങ്ങനെ കീറി കരഞ്ഞു എന്നൊക്കെ ആലോചിച്ചാൽ മതി. ഡെമോക്രീറ്റസ് ആണ് ഒരു ചിന്തയുടെ ഡെമോ. നമ്മളിങ്ങനെ ആലോചിക്കുന്ന, സ്വപ്നം കാണുകയല്ലേ, നമ്മുടെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ പിക്ചറൈസ് ചെയ്ത് വരും അല്ലെ? ഒരു ഡെമോ പോലെ പിക്ചറൈസ് ചെയ്ത് വരും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നടന്നതുപോലെ അങ്ങ് കാണും. അപ്പോൾ അറ്റോമിക ചിന്ത ഡെമോക്രീറ്റസ് ആണ്. ഡെമോ കാണും, നമ്മൾ ഫുൾ ഡെമോ കാണും, എന്നിട്ട് അവസാനം കരയും എന്നൊക്കെ ആലോചിച്ചാൽ മതി. ഡെമോക്രീറ്റസ്. ആറ്റത്തിന്റെ മൗലിക കണങ്ങൾ നമ്മൾ കണ്ടു, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇനി നമ്മൾ നമ്മുടെ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞ സിദ്ധാന്തം? ഇത് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ തന്നിട്ട് ശരി തെറ്റ് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. ശരിയല്ലേ? എല്ലാ പദാർത്ഥവും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഇനി രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. അതും ഓക്കെ ആണല്ലോ, പ്രശ്നമില്ലല്ലോ. എല്ലാ ആറ്റം കൊണ്ട് നിർമ്മിച്ചതാ, ഈ ആറ്റത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കുവാനോ പറ്റില്ല. ഇനി ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണം, വലിപ്പം, മാസ് സെയിം ആണ്. ഇപ്പൊ പഞ്ചസാരയുടെ ആറ്റങ്ങളെല്ലാം എടുത്തു വെച്ചാൽ അതിന്റെ ഗുണം എല്ലാത്തിനും മധുരം, അതിന്റെ വലിപ്പം എല്ലാത്തിനും ഒരു ഈക്വൽ വലിപ്പമാണ്, സെയിം ആയിരിക്കും. പിന്നെ അതിന്റെ മാസ് അതിന്റെ ഭാരവും എന്താണ്, സെയിം ആണ്. അപ്പൊ അതിന്റെ എല്ലാ പരിപാടികളും അതിന്റെ എല്ലാം എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ ഒരു ആറ്റം, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം എന്താണ്, ഒരേ രീതിയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണം, വ്യത്യസ്ത മാസ്, വ്യത്യസ്ത വലിപ്പം ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് പഞ്ചസാരയും ഉപ്പും ഒരുപോലെ ഇരിക്കണമെന്ന് പറയാൻ പറ്റുമോ? രണ്ടിനും മധുരമാണെങ്കിൽ പിന്നെ രണ്ടിനെയും പഞ്ചസാര എന്ന് വിളിച്ചാൽ മതിയല്ലോ. ഉപ്പിന് ഉപ്പിന്റെ രുചിയാണ്, പഞ്ചസാരയ്ക്ക് മധുരമാണ്. പുളിക്ക് വേറൊരു രുചിയാണ് അല്ലെ? അതിൻ്റെയൊക്കെ മാസ് വ്യത്യാസമായിരിക്കും, വലിപ്പം വ്യത്യാസമായിരിക്കും. വ്യത്യസ്തമാണെങ്കിൽ വ്യത്യസ്തമാണ്. ചിലത് ഒരേ വലിപ്പത്തിലായിരിക്കാം, പക്ഷെ ഗുണവും മാസും സെയിം ആകണം എന്നില്ല. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. നമുക്കറിയാം ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് വെള്ളം ഉണ്ടാക്കുന്നത്, H2O അല്ലെ? അപ്പോൾ ഒരുപാട് രാസപ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആറ്റം എന്ന് വിളിക്കുന്നത്. ഏറ്റവും ചെറിയ സാധനത്തെയാണ്, ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആറ്റങ്ങൾ ചേർന്ന് കഴിഞ്ഞ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഇവർ ചേർന്നിരിക്കുന്ന ഒരു സാധനം കിട്ടും. അതിനെ നമ്മൾ സംയുക്തം എന്ന് വിളിക്കും. H2 ഓക്സിജൻ ചേർന്നു, H2O കിട്ടി, വെള്ളം കിട്ടി, അതൊരു സംയുക്തമാണ്. Na സോഡിയം, ക്ലോറിൻ, എന്നെയും Cl ചേർന്നു, സോഡിയം ക്ലോറൈഡ് ഉപ്പ് കിട്ടി, NaCl കിട്ടി, അതൊരു സംയുക്തമാണ്. ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ, H2SO4, സൾഫ്യൂരിക് ആസിഡ് കിട്ടി, സംയുക്തമായി. ക്ലിയർ ആണ്? നമ്മുടെ ചായയും
പഞ്ചസാര, അതായത് നമ്മുടെ ചായ കിട്ടുന്നത് സംയുക്തമാണ്. പാല്, വെള്ളം, പഞ്ചസാര, ഈ തേയില, ഇത് ഇത്രയും കൂടെ ചേർന്നപ്പോൾ ചായ കിട്ടി, സംയുക്തമാണ്. അപ്പൊ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടും? സംയുക്തങ്ങൾ കിട്ടും. ക്ലിയർ ആണ്? അപ്പൊ ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണോ എന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ചെറിയൊരു കൺഫ്യൂഷൻ. ഇതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ ഇദ്ദേഹം തന്നെ പറഞ്ഞാണോ, അത് നമുക്കൊരു ഡൗട്ടാണ് അല്ലേ? അത് നമുക്ക് ഡൗട്ട് ആകണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, 2-3 വട്ടമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ആദ്യം എന്താ ഇദ്ദേഹം പറഞ്ഞത്? ആറ്റം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു സാധനമാണ്. രണ്ടാമത് എന്താ പറഞ്ഞത്? നമ്മൾ ഈ ഒരു സെന്റൻസിലൊന്നും കാണാൻ പഠിക്കാൻ നിൽക്കരുത്, അതാണ് കൺഫ്യൂഷൻ ആവുന്നത്. കാര്യം മനസ്സിലാക്കി ഇങ്ങനെയാണെന്ന് ആലോചിച്ച് വെക്കുക. ഇതിനെ ഇനി വിഭജിക്കാൻ പറ്റുമോ? ഇല്ല. നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റത്തില്ല. ഇനിയോ ഗുണം, വലിപ്പം, മാസ്, ഒരേ മൂലകങ്ങളുടെ ആറ്റം സെയിം, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്തം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞു സാധനമാണ് അല്ലേ? പിന്നെയോ 2 അതിലധികമോ ആറ്റങ്ങൾ ചേർന്ന് എന്തുണ്ടാകും? സംയുക്തം ഉണ്ടാകും. അപ്പൊ ആറ്റം എന്താണെന്ന് പറഞ്ഞു? അതിസൂക്ഷ്മ കണികകളാണ്. പിന്നെ ഒരു സംരക്ഷണ നിയമം പോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരേ മൂലകങ്ങളുടെ എല്ലാം ഗുണം ഇതെല്ലാം സെയിം ആണ്, എന്നാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ വ്യത്യസ്തമാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞാണ്. പിന്നെ 2 അതിലധികം മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സംയുക്തങ്ങളും കിട്ടും. സിമ്പിൾ അല്ലേ? 6 കാര്യങ്ങളാണ് ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തം. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്നില്ലേ? ഈ 6 പോയിന്റുകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? 6 പോയിന്റുകളും നിങ്ങളുടെ മനസ്സിലെത്തണം. ക്ലിയർ ആണ്? ഹായ് ബിന്ദിയ, ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആറ്റത്തേക്കാൾ ചെറിയ കണങ്ങളുണ്ട്, മൗലിക കണങ്ങളുണ്ട്. അതെന്താണ് ആറ്റത്തേക്കാൾ ചെറിയ മൗലിക കണങ്ങൾ? അതാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ആ കണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ആറ്റത്തിനുള്ളിലിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ, അതിനെ സെപ്പറേറ്റ് എടുത്ത് വെച്ച് രാസപ്രവർത്തനത്തിലൊന്നും ഏർപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ആറ്റത്തെ പഠിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആറ്റത്തിന്റെ കേന്ദ്രമാണ്. ഇതിനകത്ത് എന്തുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ന്യൂക്ലിയസിന്റെ മൊത്തത്തിലെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി ഈ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതിനെ നമുക്ക് ന്യൂക്ലിയോൺ എന്ന് വിളിക്കാം. പ്രോട്ടോൺ, ന്യൂട്രോൺ ചേർന്ന് രൂപം കൊള്ളുന്നതിനെ ന്യൂക്ലിയോൺ എന്ന് വിളിക്കുന്നു. ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാളും 10⁵ മടങ്ങ് വലുതാ. കാര്യം ആറ്റം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് മാത്രമാണോ ഉള്ളത്? കുറച്ച് റിവോൾവ് ചെയ്ത് ആരുണ്ട്? ഇലക്ട്രോണുകളുണ്ട് പുറത്ത്. അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇങ്ങനെ ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ന്യൂക്ലിയസിനേക്കാളും 10⁵ അത്രയും 1 ലാക്കോളം വരും അല്ലെ, അത്രയും മടങ്ങ് വലുതാണ് ആറ്റം. ന്യൂക്ലിയസിനേക്കാളും 10⁵ മടങ്ങ് വലുതാണ് ആറ്റം. ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ എണ്ണം തുല്യമാണ്. എന്നാൽ മാസ്, ഭാരം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. മാസ് എന്താണെന്ന് നമ്മൾ പറയും. അപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ ഒരു അനുപാതത്തിലാണ്. 1836:1. 18ന്റെ ഇരട്ടിയാണ് 36. 18 × 2 36. 1836:1. ഇതാണ് ആദ്യം പറഞ്ഞ ആളാരാ? പ്രോട്ടോൺ. രണ്ടാമത് പറഞ്ഞ ആളാരാ? ഇലക്ട്രോൺ. ഇനി എക്സാമിന് ചോദിക്കുകയാണ് ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും അംശബന്ധം എന്ത്? അപ്പൊ നിങ്ങൾ തിരിച്ചു പറയണം 1:1836. കേട്ടോ, എക്സാമിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എങ്ങനെ മാർക്ക് കളയാം അതാണ് അവരുടെ ഗവേഷണം. എങ്ങനെ മാർക്ക് നേടാം അതായിരിക്കണം നമ്മുടെ മാർഗം. ക്ലിയർ ആണ്? അപ്പോ 1836:1 എന്നാണ് പ്രോട്ടോൺ ഇലക്ട്രോണിന്റെ മാസുകളുടെ അനുപാതം. ക്ലിയർ ആണ്? ഇനി ആറ്റത്തിന്റെ ഫുൾ മാസ് കേന്ദ്രീകരിച്ച് വെച്ചേക്കുന്ന എവിടാ? ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിനകത്താണ് ഫുൾ മാസും കൂടെ അങ്ങോട്ട് കേന്ദ്രീകരിച്ച് വെച്ചേക്കുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ നമ്മൾക്ക് പറയും ഈ ആറ്റം കണ്ടെത്തിയത് ഡാൾട്ടനാണ്, ആറ്റത്തിന് പേര് കൊടുത്തത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റോമിക സിദ്ധാന്തം നമ്മൾ ആരുടെ കണ്ടു? ഡാൾട്ടന്റെ കണ്ടു. അറ്റോമിക ചിന്ത ഡെമോക്രീറ്റസിനെ കണ്ടു. എങ്കിൽ ന്യൂക്ലിയസ് ആരാ കണ്ടുപിടിച്ചത്? റൂഥർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റൂഥർഫോർഡ് ആണ്. അപ്പോൾ ന്യൂക്ലിയസ് വ്യക്തമായോ? ന്യൂക്ലിയസ് പിടികിട്ടിയോ? ഈ റൂഥർഫോർഡ്
ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കി. ഗോൾഡ് ഫോയിൽ, സ്വർണ്ണമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പരീക്ഷണമൊക്കെ നടത്തി ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കി. നമ്മുടെ ആറ്റത്തിന്റെ കേന്ദ്രം ന്യൂക്ലിയസ് കണ്ടെത്തി അല്ലേ? എന്നിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിന്റെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞു. ന്യൂക്ലിയസ് കണ്ടെത്തിയത് മാത്രമല്ല, പ്രോട്ടോണിനെയും കൂടെ കണ്ടെത്തി. വലിയ പുള്ളിയാണ്. ഒരാളെ മാത്രം കണ്ടെത്തി നിർത്തിയോ? ഇല്ല. ന്യൂക്ലിയസ് കണ്ടെത്തിയിട്ട് വീണ്ടും ഗവേഷണമൊക്കെ നടത്തി നമ്മുടെ പ്രോട്ടോണിനെയും കൂടെ കണ്ടുപിടിച്ചു വെച്ചു. അപ്പോൾ ഈ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനവും ലഭിച്ചു. ഈ പ്രോട്ടോണിനെയൊക്കെ കണ്ടെത്തിയത് കൊണ്ട് രസതന്ത്രത്തിന്റെ നൊബേൽ സമ്മാനം ആർക്ക് കൊടുത്തു? നമ്മുടെ റൂദർഫോർഡിന് കൊടുത്തു. സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് നമ്മുടെ റൂദർഫോർഡ്. നമ്മൾ ഇന്ന് ആറ്റത്തിന്റെ മാതൃക ഞാൻ വരച്ചില്ലേ? ഒരു ന്യൂക്ലിയസ്, അത് കഴിഞ്ഞ് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. കണ്ടു കഴിഞ്ഞാൽ സൂര്യനും ഗ്രഹങ്ങളെ പോലെയൊക്കെ തോന്നുന്നില്ലേ? എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് നീൽസ് ബോറിന്റെ ആറ്റം മോഡലാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് നീൽസ് ബോറിന്റെ ആറ്റം മോഡലാണ്. എന്നാൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിലോട്ട് തുടങ്ങിയത് സൂര്യനെ പോലെയാണ്, സൗരയൂഥ മാതൃകയാണ് ആറ്റം എന്ന് പറഞ്ഞത് നമ്മളുടെ റൂദർഫോർഡാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. വലിയ പുള്ളിയാണ്. ന്യൂക്ലിയസ് കണ്ടെത്തി, പ്രോട്ടോൺ കണ്ടെത്തി, സൗരയൂഥ മാതൃക ആറ്റത്തിൻ്റെത് കണ്ടെത്തി. ക്ലിയർ ആണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം ഇദ്ദേഹത്തിൻ്റെതാണ്. ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പം ഞാൻ 2-3 ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതാണ്ട് നമ്മളുടെ ഏണസ്റ്റ് റൂദർഫോർഡ് സ്കൂൾ ബുക്കിലെ കാര്യമാണ്. ഇലക്ട്രോണ് കണ്ടെത്തലും മാത്രമായിരുന്നു. അപ്പോൾ നെഗറ്റീവ് കണങ്ങളൊക്കെ ഉള്ളൂ, അങ്ങനത്തെ രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ ന്യൂക്ലിയസ് കണ്ടെത്തുന്നത്. ആര്? നമ്മളുടെ ആറ്റത്തിൽ കൂടുതലും ശൂന്യമാണ്, പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന് നമ്മുടെ ആര് പറയുന്നു? റൂദർഫോർഡ് പറയുന്നു. ഈ ആറ്റത്തിന്റെ കേന്ദ്രത്തിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. 1911 ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു. 11 അംഗീകരിച്ചത്. ക്ലിയർ ആണ്. ഇനി അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 1920 പോസിറ്റീവ് ചാർജിന് കാരണങ്ങളായത് പ്രോട്ടോൺ ആണെന്ന് തെളിയിക്കപ്പെട്ടു. ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യമാണ് ഇലക്ട്രോണിന്റെ പ്ലസ് ചാർജ് അല്ലെ? അതേ ചാർജിന് തുല്യം, പക്ഷേ വിപരീതം. ഇലക്ട്രോണിന്റെ ചാർജിന് ഓപ്പോസിറ്റ് ആയിരിക്കും, നെഗറ്റീവ് വിപരീതവുമാണ് ഈ പ്രോട്ടോൺ എന്ന് കണ്ടെത്തി. പ്രോട്ടോണിന്റെ മാസ് എങ്ങനെ തുല്യം? ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. 1836:1 ആണ് അല്ലെ ഇലക്ട്രോൺ പ്രോട്ടോൺ മാസ് നമ്മൾ റേഷ്യോ പറഞ്ഞത്. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. അപ്പോൾ ഇത് ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത കണമുണ്ടെന്നും നമ്മുടെ ഈ ഒരു റൂദർഫോർഡ് പ്രസ്താവിച്ചു. അപ്പൊ കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? റൂദർഫോർഡ് എന്താണ് പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ നേർത്ത സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ട് ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ സ്വർണ്ണത്തകിട്, ഗോൾഡ് ഫോയിൽ പരീക്ഷണം. അപ്പോ ഇദ്ദേഹത്തിന് കുറച്ച് ഒരു പരീക്ഷണം നടത്തിയപ്പോൾ ആറ്റം ശൂന്യമാണ് കൂടുതൽ ഭാഗമെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചൊരു ഭാഗമുണ്ടെന്നും ഇദ്ദേഹം മനസ്സിലാക്കി. അതിനെ ഇദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. അതിനകത്ത് പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു കണവും ചാർജ് ഇല്ലാത്തൊരു കണമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1911 പോസിറ്റീവ് ചാർജ് ഉള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചത്. 1911 ഈ ന്യൂക്ലിയസ് ഈ കേന്ദ്രം പോസിറ്റീവ് ചാർജ് ഉള്ള കേന്ദ്രമുണ്ടെന്ന് ആരംഗീകരിച്ചത്? ശാസ്ത്രലോകം അംഗീകരിച്ചത്. പിന്നീടും കുറെ കഴിഞ്ഞു 1920 പോസിറ്റീവ് ചാർജിന് കാരണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിക്കപ്പെട്ടത്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പഠിക്കാൻ പോവുകയാണ്, ഇലക്ട്രോൺ. അതിനു മുമ്പ് ഞാൻ ഒരു 3 ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റുമോ എന്ന് നോക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആറ്റം എന്ന പദം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ആറ്റം എന്ന പദം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഓസ്റ്റ്വാൾഡ് എന്ന ആൻസർ കിട്ടിയോ? അടുത്ത ചോദ്യം: ആറ്റം കണ്ടെത്തിയ വ്യക്തിയുടെ പേരെന്ത്? ആൻസർ ജോൺ ഡാൾട്ടൺ. ഇനി ചോദ്യം ഇതാണ്: നമ്മളുടെ അറ്റോമിക ചിന്തയുടെ പിതാവ് ആരാണ്? അറ്റോമിക ചിന്തയുടെ പിതാവ് ആര്? നമ്മളുടെ ആൻസർ ഡെമോക്രീറ്റസ്. ഇനി ചോദ്യം: ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന്റെ പേരെന്ത്? ആൻസർ ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള മൗലിക കണം ഏത്? ഉത്തരം
പ്രോട്ടോൺ. ആറ്റത്തില് സൗരയൂഥ മാതൃകയാണ് ആറ്റത്തിന്റെ ഘടന എന്ന് പ്രസ്താവിച്ച വ്യക്തി ആര്? ഉത്തരം എന്താണ്? സൗരയൂഥ മോഡൽ, റൂദർഫോർഡ്. പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടെത്തിയ വ്യക്തി, അതും റൂദർഫോർഡ്. ഇനി ഞാനൊരു ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം പറയുകയാണ്. ഞാൻ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ടി ഇടാം, ട്രൂ. തെറ്റാണെങ്കിൽ ഫോൾസ് ഇടാം. 1, ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക, ഇനി വിഭജിക്കാൻ കഴിയാത്ത ഏറ്റവും കുഞ്ഞു സാധനത്തിനെ ആറ്റം എന്ന് വിളിക്കാം. 2, ഓരോ മൂലകത്തിന്റെയും ആറ്റങ്ങൾ ഗുണത്തില്, മാസില്, അതുപോലെ വലിപ്പത്തില് ഒരുപോലെ ആയിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പദാർത്ഥത്തെ ആറ്റം എന്ന് വിളിക്കുന്നു. 5ാമത്തത് ആറ്റങ്ങൾ ചേർന്ന് സംയുക്തമുണ്ടാകുന്നു. ക്ലിയർ ആണ്? മനസ്സിലാകുന്നുണ്ട്? ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഈ 6 സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആകുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ചിലരൊക്കെ ഫോൾസ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാ പദാർത്ഥത്തിലും ആറ്റം അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. വിഭജിക്കാൻ കഴിയില്ല, നിർമ്മിക്കാൻ, നശിപ്പിക്കാൻ കഴിയില്ല. ഗുണം, വലിപ്പം, മാസ് സമാനം, വ്യത്യസ്തം. അത് പിന്നെന്താണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറുതാണ്. 2 അതിലധികവും മൂലകങ്ങൾ, ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകും. എല്ലാം മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് കാണിക്കുകയാണ്, അതിനുശേഷം ബാക്കി പഠിക്കാം. നമ്മൾ ആദ്യം കെമിസ്ട്രി, ആൽക്കമി, UNO ഇയർ, റോബർട്ട് ബോയിൽ പിതാവ്, ലാവോസിയ, മാസംരക്ഷണം, ഹൈഡ്രജൻ ഓക്സിജൻ, ഫ്രഞ്ച് വിപ്ലവത്തിൽ മരണപ്പെട്ടു, മൂലകങ്ങളിലെ ലോഹമലോഹം, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്, പ്രഫുല്ലചന്ദ്ര റേ, ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ആറ്റം എന്താണെന്ന് പറഞ്ഞു, ഗ്രീക്ക് പദമാണ് എന്നൊക്കെ പറഞ്ഞു. ജോൺ ഡാൾട്ടനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം കണ്ടെത്തിയത്, അദ്ദേഹത്തിന്റെ പുസ്തകം, വർണ്ണാന്തത ഒക്കെ പറഞ്ഞു. പിന്നെ ഓസ്റ്റ്വാൾഡ്, ചാർജ് ഉണ്ടോ ആറ്റം? ഇല്ല. പ്ലാസ്മയില് ചാർജ് ഉണ്ട്. അറ്റോമിക ചിന്താ പിതാവ് ഡെമോക്രീറ്റസ്. ക്ലിയർ? പിന്നെ നമ്മൾ ഈ 6 സിദ്ധാന്തങ്ങൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ന്യൂക്ലിയസിലേക്ക് വന്നു. കണ്ട, ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് പ്രോട്ടോൺ. അത് നമ്മളിനി പറയും. 1836:1 വരെ പറഞ്ഞു. ഇനി റൂദർഫോർഡിലേക്ക് വന്നു. 1908 ഇദ്ദേഹത്തിന് കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇനി നമ്മൾ ഇലക്ട്രോൺ പഠിക്കാൻ പോവുകയാണ്. റെഡിയാണോ ഇലക്ട്രോൺ പഠിക്കാൻ? ഇലക്ട്രോണിന്റെ പിതാവ് ആരാണ്? ഇലക്ട്രോണിന്റെ പിതാവ് ആരാണ്? ഇദ്ദേഹത്തിന് റൂദർഫോർഡ് 1911 പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന്, ന്യൂക്ലിയസ് ഉണ്ടെന്ന്, 1920 പ്രോട്ടോൺ ഉണ്ടെന്ന് ഒക്കെ കണ്ടുപിടിച്ചത്. പക്ഷെ ഇദ്ദേഹത്തിന് 1908 എന്ത് കിട്ടുന്നത്? നോബൽ സമ്മാനം. കാര്യം ഇദ്ദേഹം ആൽഫ ബീറ്റ റേസ് ഡിസ്കവർ ചെയ്തു. കേട്ടോ? അപ്പോൾ നമ്മുടെ ആറ്റം ആൽഫ ബീറ്റ റേസ് ഒക്കെ ഇദ്ദേഹം ഡിസ്കവർ ചെയ്തു. അതുപോലെ റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ തിയറി ഒക്കെ മുന്നോട്ട് വെച്ചു. അതിനാണ് ഇദ്ദേഹത്തിന് 1908 തന്നെ നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇത് പിന്നല്ലേ കണ്ടുപിടിച്ചു, നേരത്തെയൊക്കെ നോബൽ സമ്മാനം കൊടുത്തല്ലോ എന്ന്. അത് ഇദ്ദേഹം വേറെയും കണ്ടുപിടുത്തം നടത്തി, അപ്പൊ തന്നെ നോബൽ സമ്മാനം കൊടുത്തു. പിന്നീടാണ് ഇദ്ദേഹം അടിപൊളി വീണ്ടും കണ്ടുപിടുത്തങ്ങളുമായി വന്നത്. ഇനി നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ച് പറയുക. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? എല്ലാവർക്കും അറിയാം, J.J. തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാ? J.J. തോംസൺ. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് അറിയാം അല്ലെ? ഈ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കനാണ് ചാർജ് കണ്ടെത്തിയത്. റുദർഫോർഡിന്റെ പരീക്ഷണം PS ചോദിച്ചിട്ടുണ്ട്, ഗോൾഡ് ഫോയിൽ പരീക്ഷണമാണ്. അതുപോലെ മില്ലിക്കന്റെ പരീക്ഷണവും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നത് ഓൾഡ്രോ പരീക്ഷണമാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് നമ്മുടെ J.J. തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 9.109 × 10⁻³ കിലോഗ്രാം. എളുപ്പമാണ് ഓർക്കാൻ, കാണുമ്പോൾ പേടിയാവുന്നുണ്ടോ? 9 ഉണ്ട്, അടുത്ത നമ്പറായ 10 ഉണ്ട്, വീണ്ടും അടുത്ത നമ്പർ 9. 9, 10, 9. 9 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്തുവാ? 10. 9 ആയി, 10 ആയി, 9 ആയി, വീണ്ടും 10 എഴുതി. ഇനി 9 പോയിന്റ് ആണ് കേട്ടോ. 9.109 × 10⁻³
രണ്ട് 9 ഉണ്ട്. 9ന്റെ പകുതിയാണല്ലോ 3. 3 അല്ലേ, 3 സ്ക്വയർ അല്ലേ 9, 31 കിലോഗ്രാം. ക്ലിയർ ആണ്. ഒരു 3യുടെ സ്ക്വയർ ആണ്, ഒരു 3യുടെ സ്ക്വയർ ആണ് ഒരു ഇതാണ്ട് ഈ 2 9 കാണുന്നത്. ഒരു 3യുടെ സ്ക്വയർ ആണ് 9 എന്ന് ആലോചിക്കുക. അപ്പൊ 31 കിലോഗ്രാം. അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? 9 10 9 9.109 × 10⁻31 കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ മാസ്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അത് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ 1 ഉണ്ട്. 0.602 ഇൻറ്റു 10⁻⁻19 ആണ്. ചാർജ് എത്രയാണ്? 1.602 ഇൻറ്റു 10⁻⁻19 ആണ്. 19. മുമ്പേ 9കളുടെ ഒരു കളിയായിരുന്നു. ഇപ്രാവശ്യം 9 വന്നോ? ഇല്ല. അപ്പൊ നമ്മളൊരു 9 ഇട്ടു. 1.602 ഇൻറ്റു 10⁻⁻19 മില്ലിക്കണാണ് ചാർജ് കണ്ടെത്തിയത്. ഇനി ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ആണല്ലോ ഇലക്ട്രോൺ. ഇനി എക്സാമിന്റെ ചോദ്യമാണ്, പലർക്കും തെറ്റും. 1. ലോഹത്തിന്റെ ചാലകത നിർണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ചാലകത, ഇത് കണ്ടക്ടർ ആണോ സെമി കണ്ടക്ടർ ആണോ, ഇങ്ങനെ ചാലകത നിർണയിക്കുന്നത് ആരാണ്? ഇലക്ട്രോൺ. അറ്റത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഒരു ഇലക്ട്രോൺ ഇരിക്കുവാണ് അല്ലെ. എപ്പോഴും ഈ അവസാനം വാലൻസ് ഷെല്ലിന് 8 എണ്ണം ആവാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് അല്ലെ. ഒരെണ്ണ ഉള്ളെങ്കിൽ പെട്ടെന്ന് അങ്ങ് വിട്ടുകൊടുക്കും അല്ലെ. അപ്പൊ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ലോഹം സ്വീകരിക്കുന്നവരെ നമ്മൾ അലോഹം എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ഇത് ഇനി സെമി കണ്ടക്ടേഴ്സ് ഒക്കെ എപ്പോഴാണ്? 4 എണ്ണം ഇങ്ങനെ കോവാലന്റ് ബോണ്ടിൽ ഷെയർ ചെയ്ത് നിൽക്കുന്നവരാണ്. 4 എണ്ണം ആണെങ്കിൽ വിട്ടുകൊടുക്കത്തുമില്ല, അടുത്തിരിക്കുന്ന ആളെ ഇങ്ങനെ പിടിച്ചു വെക്കുകയും ചെയ്യും. അപ്പൊ ആ ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് ചാലകത ഏതാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ ആണ് ചാലകത നിർണയിക്കുന്നത്. ഇനി ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവവും ഇലക്ട്രോൺ നിർണയിക്കും. ഇയാൾ ഇൻസുലേറ്റർ ആണോ, ഇയാൾ കണ്ടക്ടർ ആണോ, ഇയാൾ സെമി കണ്ടക്ടർ ആണോ, ഇങ്ങനത്തെ രാസ സ്വഭാവങ്ങൾ ആര് നിർണയിക്കും? ഇലക്ട്രോൺ നിർണയിക്കും. ആദ്യത്തിൽ ചലിക്കുന്ന കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രോൺ ചലിക്കുന്ന കണമാണ്. ഇനി ഇലക്ട്രോണിന് ഒരു ദ്വൈത സ്വഭാവമുണ്ട്. ഇത് മുന്നോട്ട് വെച്ചത് ലൂയിസ് ഡി ബോഗ്ലിയ. ഇലക്ട്രോണിനൊരു ദ്വൈത സ്വഭാവമുണ്ട്. ഇതാര് മുന്നോട്ട് വെച്ചു? ലൂയിസ് ഡി ബോഗ്ലിയാണ് ഇത് മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ ആണ്. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി. ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി. ജോർജ് ജോണ് സ്റ്റോണ് സ്റ്റോയി ഒക്കെയാണ്. ജോർജ് ജോ, വീണ്ടും ജോൺ, പിന്നെ സ്റ്റോൺ പാറ, സ്റ്റോയി. എളുപ്പമല്ലേ? പേര് വാക്ക് ആദ്യമായിട്ട് പറയുവാണ്. അയാളുടെ വാക്ക് തന്നെ ഒരു അടിപൊളി വാക്കാണ്. ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി. ആ ആളാണ് ഇലക്ട്രോണിന്റെ വാക്ക് മുന്നോട്ട് വെച്ചത്. അപ്പൊ ആറ്റത്തില് ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജ് ആണ്, ചലിക്കുന്നുണ്ട്, ഏറ്റവും ഭാരം കുറവാണ്. ഭാരം കൂടിയത് ന്യൂട്രോൺ ആണ് കേട്ടോ. നമുക്ക് പഠിക്കാം. അപ്പൊ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ഇലക്ട്രോണിന്റെ ചാർജ് മില്ലിക്കൺ. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടത്. ഇലക്ട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ്. ചാലകത നിർണയിക്കും, രാസ സ്വഭാവം നിർണയിക്കും, ചലിക്കുന്നു, ദ്വൈത സ്വഭാവമുണ്ട്. ലൂയിസ് ഡി ബോഗ്ലി മുന്നോട്ട് വെച്ചു. ഇലക്ട്രോൺ വാക്ക് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ. പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇനി ഇലക്ട്രോണിന്റെ മാസോ? മാസ്, ഒരു മാസ് നമ്പർ. നീ ഭയങ്കര മാസാണ്, നീ വലിയ സംഭവമാണ് നമ്മൾ പറയത്തില്ലേ. അപ്പൊ നമ്മളിങ്ങനെ മാസായിട്ടുള്ള നമ്പർ പറയണം. 9 10 9 ചൊല്ലിങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് വരും. മാസ് എൻട്രി നടത്തി. അതുപോലെയാണ് 9 10 9 10. കണ്ടോ? ഇങ്ങനെ ഒരു മാസ് എൻട്രി ആണ്. 9 ഉണ്ട്, 10 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. കണ്ടോ? അടുക്കും ചുറ്റിയോടിരിക്കുന്ന കണ്ടോ? അപ്പൊ ഇതാണ് അതിന്റെ മാസ്. ഇനി തിരിഞ്ഞു പോകത്തില്ലല്ലോ. 10⁻31 കിലോഗ്രാം. ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് ചാർജ് ആവുകയാണ് അല്ലെ. രാവിലെ ഇച്ചിരി പുട്ടും പഴവും ഒക്കെ കഴിച്ച് നമ്മളൊന്ന് ചാർജ് ആയി വരുന്നു. അപ്പൊ ചാർജ് ആവാൻ കാണുന്ന എല്ലാം വാരി തിന്നുകയാണ്. അപ്പോൾ വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. 2 6 0 2 കാണുന്ന എന്തൊക്കെയാണോ എന്തെങ്കിലുമൊക്കെ വാരി തിന്നുന്നു, ചാർജ് ആകുന്നു. അപ്പോൾ വലിയ ബന്ധമൊന്നുമില്ലാത്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് മാസാവാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ തിന്ന് വിശപ്പടക്കുകയാണ്, ചാർജ് ആയി വരികയാണെന്ന് ആലോചിക്കുന്നു. 1.602 9 ഇല്ല, അപ്പോൾ 9 ഇട്ടു 10⁻⁻19. കാര്യം എക്സാം ഹാളിൽ ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തമ്മിൽ ചെറിയൊരു കണക്ഷൻ വെച്ച് വെക്കാമെങ്കിൽ സമയമാകുമ്പോൾ തെറ്റത്തില്ല. ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രോണിന്റെ മാസ്, ഇലക്ട്രിക്കൽ ചാർജ് തമ്മിലൊരു അനുപാതം കണ്ടെത്തിയതും ജെ തോംസൺ ആണ്. ജെ തോംസന്റെ പരീക്ഷണമാണ് കാഥോഡ് റേ പരീക്ഷണം. കാഥോഡ് റേ പരീക്ഷണം
ഇദ്ദേഹമാണ് ഇലക്ട്രോണിന്റെ മാസും ചാർജും കണ്ടോ, ഇലക്ട്രോണിന്റെ മാസ് കണ്ടെത്തി, ചാർജ് കണ്ടെത്തി. ഈ മാസും ചാർജും തമ്മിലുള്ള അനുപാതം നിശ്ചയിച്ചത് ജെ തോംസൺ ആണ്. കാഥോഡ് പരീക്ഷണങ്ങളിലൂടെയാണ് ഇലക്ട്രോണിനെ ഇദ്ദേഹം കണ്ടെത്തുന്നത്. ഇലക്ട്രോണിനെ ആദ്യമായി കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഏത് പരീക്ഷണമാണ്? കാഥോഡ് പരീക്ഷണം. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് മില്ലിക്കൺ ചാർജ് കണ്ടെത്തിയത്. 2 പരീക്ഷണങ്ങൾ ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രോട്ടോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? എല്ലാവർക്കും കാര്യങ്ങൾ കിട്ടുന്നില്ലേ? കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? റിവിഷൻ പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് പറയും, പഠിപ്പിക്കുമ്പം സ്ലോയിൽ പറയും. കാര്യം മാക്സിമം കണ്ടന്റിനും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ? ഇനി പ്രോട്ടോൺ എന്ന് പറയുന്ന കണത്തിലേക്ക് വരികയാണ്. മൗലിക കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ കണ്ടെത്തിയതാരും നമ്മൾ പഠിച്ചു. ആരാണ്? റുദർഫോർഡ്. പോസിറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ? പ്രോട്ടോൺ എവിടെ ഇരിക്കുവാണ്? ന്യൂക്ലിയസിനകത്തിരിക്കുവാണെന്നും പഠിച്ചു. ഇനി പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമാണെന്നും പഠിച്ചു. മാസുകളുടെ അംശബന്ധമോ? പ്രോട്ടോൺ 1836, ഇലക്ട്രോൺ 1. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് എന്ന് പറഞ്ഞു. ഇനി ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണിന്റെ എണ്ണമാണ്. അതെങ്ങനെ ശരിയാവും? പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. എന്നിട്ട് പറയുക പ്രോട്ടോണിനെ വെച്ചാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, മകള് എല്ലാവരും ഉണ്ട് അല്ലേ? പക്ഷെ അച്ഛനെ വെച്ചിട്ടായിരിക്കും നമ്മൾ അഡ്രസ്സ് പറയുന്നത്. ഇന്ന ആളുടെ മോളാണ് എന്ന് പറയും. അതുപോലെ പ്രോട്ടോൺ ആണ് ഇവിടുത്തെ അഡ്രസ്സുകാർ. ഓക്കെയാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, നമ്മൾ പീരിയോഡിക് ടേബിളിൽ എടുക്കുമ്പോൾ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോണിന്റെ എണ്ണമാണ്. പ്രോട്ടോണിന്റെ എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം വെച്ചിട്ടാണ് ഇന്ന ഫാമിലിയാന്ന് പറയുന്നത്. അപ്പൊ ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പൊ ചോദിക്കുകയാണ്, പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമല്ലയോ? എങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം വെച്ചങ്ങ് പറഞ്ഞൂടെ എന്ന് ചോദിക്കുക. ശരിയാണ്, ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും തുല്യമാണ്. പക്ഷേ നമ്മുടെ പീരിയോഡിക് ടേബിളെല്ലാം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്? ഇപ്പൊ എൻ്റെ അറ്റോമിക് നമ്പർ 15 ആണ്. അപ്പൊ 15 ഇന്ന ഗ്രൂപ്പിലാണെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇലക്ട്രോണിന്റെ എണ്ണം വെച്ചിട്ടല്ലല്ലോ അത് അവിടെ ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. ശരിയാണ്, രണ്ടും വെച്ച് പറഞ്ഞാലും നമുക്ക് കിട്ടും, ഉത്തരം കിട്ടും. പക്ഷെ പ്രോട്ടോണിനെയാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്? ബേസ് ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണിന്റെ എണ്ണമാണെന്ന് തന്നെ നമ്മൾ ഉത്തരം പറയണം. അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വിശ്വസിക്കാൻ പറ്റില്ല, ചാടിപ്പോയി വേറെ ഏതിലൊക്കെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും അല്ലേ? അറ്റത്ത് 2 ആണെങ്കിൽ ഓടിപ്പോയി 6 പിടിക്കും, അല്ലെങ്കിൽ 2 വിട്ടുകൊടുത്ത് മിണ്ടാണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രോണിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് ചാടിക്കളയും. പക്ഷെ പ്രോട്ടോണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരുമായിട്ടും ചാടാൻ നിൽക്കത്തില്ലല്ലോ, ന്യൂക്ലിയസിനുള്ളിൽ കയറി ഇരിക്കുമല്ലയോ. അപ്പൊ ആ പ്രോട്ടോണിനെ നമുക്ക് വിശ്വസിക്കാം. ഇനി ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡാണ്. നമുക്ക് ഐഡന്റിറ്റി കാർഡുണ്ട്, വോട്ടേഴ്സ് ID, ആധാർ ID, ഇങ്ങനെയൊക്കെയുണ്ട്. ആറ്റത്തിന് ഈ പ്രോട്ടോണിന്റെ എണ്ണ വെച്ചിട്ട് ഇന്ന ഗ്രൂപ്പിലാണ്, ഇന്ന ഫാമിലിയിൽ, നൈട്രജൻ ഫാമിലി, ഹാലജൻ, അല്ലെങ്കിൽ ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് ഏതാണ്? നമ്മളുടെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഇന്ന സ്ഥാനത്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഐഡന്റിറ്റി കാർഡാണ്. ഫിംഗർ പ്രിന്റും അല്ലേ? നമ്മൾ ഫിംഗർ പ്രിന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. ഒരാൾക്ക് ഈ ലോകത്ത് തന്നെ ഇത്രയും ജനങ്ങളുണ്ട്, കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോന്നാണ്. ഒരാളുടെ മറ്റൊരാൾക്ക് സെയിം ആണോ? അല്ല. അതുപോലെയാണ് ഐഡന്റിറ്റി കാർഡും. നമ്മളുടെ ഐഡന്റിറ്റി കാർഡ് ലോകത്ത് വേറെ ആർക്കും ഇല്ല. അപ്പോൾ ഐഡന്റിറ്റി കാർഡാണ് ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥമാണ്. എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ്. പലർക്കും ഇലക്ട്രോൺ ആണോ പ്രോട്ടോൺ ആണെന്നോ സംശയമാണ്. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോൺ ആണ്. എന്നാൽ ദ്വൈത സ്വഭാവമുള്ളത് ഇലക്ട്രോൺ ആണ്. ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഇനി നമ്മൾ പറയുന്നത് പ്രോട്ടോണിന്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമല്ലേ? ഇലക്ട്രോണിന്റെ മാസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മാസ് ആയിട്ട് വന്നത് 9.109 × 10⁻³ കിലോഗ്രാം എന്നായിരുന്നു. ഇവിടെ ബന്ധമില്ല, 1.6726 10⁻27 കിലോഗ്രാം. എങ്ങനെ ഇത് നമുക്ക് ഓർത്ത് വെക്കാം? ഇങ്ങനെ വലിയൊരു നമ്പർ കണ്ടാൽ നമ്മൾ ഉടനെ 1 എഴുതി, 6 എഴുതി. ഓക്കെ, ഈ 72 ഇല്ലേ? ഈ 72 ഇട്ടിട്ട് ഇപ്പുറത്തും 6 എഴുതി. 6 6 അപ്പുറം ഇപ്പുറം 6, നടുക്ക് 72. ഈ 72നെ ഇവിടെ ഞാൻ തിരിച്ചെഴുതി. 72നെ തിരിച്ചെഴുതിയപ്പോൾ എനിക്ക് 27 കിട്ടി. ഓക്കെ ആണ്, ബന്ധം വന്നോ? അപ്പൊ ഒരു 1 ഇട്ടിട്ട് അപ്പുറം ഇപ്പുറവും 6 എഴുതി, നടക്കൊരു 72 വെച്ചു, ഇപ്പുറത്ത് ഞാൻ 27 ആക്കി.
ക്ലിയർ ആണ്. ഇപ്പൊ 27 31 ഒക്കെ അല്ലേ അടുപ്പിച്ചുള്ള നമ്പേഴ്സ്. ഇവിടെ എനിക്ക് 72 എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ 6 കഴിഞ്ഞാൽ അടുത്ത നമ്പറാണ് 7. 6 കഴിഞ്ഞാൽ അടുത്ത നമ്പറാണ് 7. അങ്ങനെ ഓർക്കാലോ. അപ്പൊ 72 എഴുതി, ഈ 6 ഇട്ടു 27. ഇങ്ങനെ ഓർക്കാമെങ്കിൽ ഇത് തെറ്റിപ്പോത്തില്ല. ഇതാണ് ഇതിന്റെ മാസം. ഇനി നമ്മൾ ന്യൂട്രോണിനെ കുറിച്ചാണ് പറയുന്നത്. പറയട്ടെ. ഇവിടെ എല്ലാം ഇനിയും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് അടുപ്പിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓർക്കാൻ വേണ്ടി. നമുക്കതും പറയാം. അപ്പം ഞാൻ ഇതൊന്നും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. റുദർഫോർഡാണ് കണ്ടെത്തിയത്. മാസ് കണ്ടോ? 7 to 10⁻27 കിലോഗ്രാം. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. ജെ തോംസൺ ആണ് കണ്ടെത്തിയത്. കണ്ടോ അതിൻ്റെ മാസ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടെത്തിയത്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടെത്തിയത്. ഇതുപോലെ തന്നെയാണ് 1.6749 ആണ്. കണ്ടോ ന്യൂട്രോണിന്റെ മാസ് ശ്രദ്ധിച്ചോണം. 6 എഴുതി, അടുത്ത നമ്പറായ 7 എഴുതി, 7ന്റെ സ്ക്വയർ എഴുതി 49. എന്നിട്ട് 10⁻27 മാറ്റമില്ല. 27 മാറ്റമില്ല. അപ്പൊ 6 7 അത് കഴിഞ്ഞ് 7ന്റെ സ്ക്വയർ 49. 10⁻27 മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ മാസുകളെല്ലാം പഠിച്ചോ? ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 6 കഴിഞ്ഞാൽ 7 72. ഇവിടെ തിരിച്ചിട്ടു 72ന് 27. ന്യൂട്രോണിന് 27 തന്നെയാണ്. 6 കഴിഞ്ഞ് 7 ആണ്. 7ന്റെ സ്ക്വയർ എഴുതണം 49. ന്യൂട്രോണില് സ്ക്വയർ ആണ് എഴുതുന്നത്. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഇനി നമ്മൾ ന്യൂട്രോണിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ചാർജ് ഇല്ലല്ലോ, ചാർജ് ഇല്ല. ഇനി ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണെന്ന് പഠിച്ചു. ഭാരം കൂടിയത് ആരാണ്? ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ചാർജ് ഇല്ല, പക്ഷെ ഭാരമൊക്കെ ഉണ്ട് കേട്ടോ. ചാർജ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭാരമുണ്ട്. ഭാരം കൂടുതലാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ ഇല്ലാത്തൊരു മൂലകമുണ്ട്. അതിൻ്റെ പേര് ഹൈഡ്രജൻ എന്നാണ്. ഹൈഡ്രജന്റെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്ന എന്തുണ്ട്? 3 ഐസോട്ടോപ്പുകളുണ്ട്. അതിനകത്ത് പ്രോട്ടിയത്തിന് ന്യൂട്രോൺ ഇല്ല, ഡ്യൂട്ടീരിയത്തിനുണ്ട്, ട്രിഷ്യത്തിന് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ന്യൂട്രോൺ ഇല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജന്റെ പ്രോട്ടിയത്തിനാണ്. ഇനി മൗലിക കണങ്ങൾക്ക് പുറമെ അത് നമുക്ക് ഇനി പഠിക്കാം. മീസോണുകൾ എന്താണ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ഇനി ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോൺ, ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇനി പ്രോട്ടോണിന്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം. മാസ് അറിയാലോ, ഇതായിരിക്കുന്നു മാസ്. അപ്പോൾ ന്യൂട്രോണിന്റെ മാസോ ഹൈഡ്രജൻ ആറ്റത്തിന് ഏകദേശം തുല്യമാണ് അല്ലേ? ഏതാണ്ട് ഏകദേശം സെയിം അല്ലേ? 749. ഇത് 10⁻27 ആണ് രണ്ടും. പക്ഷെ ഇതാണ് ഇച്ചിരി കൂടുതൽ, മാസ് കൂടുതൽ ന്യൂട്രോൺ ആണ്. ഏകദേശം സെയിം ആണെന്ന് പറയാം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന് ഏകദേശം തുല്യമാണ്. ഇനി ഇവിടെ ഇലക്ട്രോൺ ആണ് ഏറ്റവും കൂടുതൽ ഭാരം കുറവ്. ഭയങ്കര മാസ് വ്യത്യാസമാണ്. 1836 1, 37 എന്നാണ് സ്കൂൾ ബുക്കിൽ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും എക്സാമിനൊക്കെ 1836 ആണ്. 36ൽ 1 ഭാഗം മാത്രമേ ഉള്ളൂ ഇലക്ട്രോൺ. ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആണോ? ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? പറയാൻ പറ്റുന്നുണ്ടോ ഉത്തരം? ഇത്രയും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ആൻസർ പോരട്ടെ. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആര്? നമ്മുടെ ആൻസർ ഇന്ത്യൻ ആണ്. പ്രഫുല്ല ചന്ദ്ര റേ ആണ്. അടുത്ത ചോദ്യം, മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയത് ആര്? മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയത് ആര്? നമ്മുടെ ഉത്തരം റോബർട്ട് ബോയിൽ. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് ആര്? ആരാണ് രാസവ്യവസായത്തിന്റെ പിതാവ്? പ്രഫുല്ല ചന്ദ്ര റേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയുണ്ട്? സ്പീഡ് കൂടുതലാണോ? നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടിയോ? എങ്ങനെയുണ്ട്? ക്ലാസ് ടോട്ടലി മനസ്സിലാകുന്നുണ്ട്? എന്ത് കമൻസ് ഉണ്ടെങ്കിലും ദയവായി അറിയിക്കുക. നമ്മൾ കെമിസ്ട്രിയെ കുറിച്ച് പറഞ്ഞു, റോബർട്ട് ബോയിൽ, ലാവോസിയ, പ്രഫുല്ല ചന്ദ്ര റേ. ആറ്റത്തെക്കുറിച്ച് പറഞ്ഞു, ജോൺ ഡാൾട്ടനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ആറ്റ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ച് ചർച്ച ചെയ്തു, റുദർഫോർഡ്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഈ 1 അവറിനുള്ളിൽ പഠിച്ചു. പിന്നെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ നമ്മൾ സ്കൂൾ ബുക്ക് കണക്ട് ചെയ്ത് NCERT കണക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊണ്ടായിരിക്കും നമ്മളുടെ പോയിന്റിൽ.
പിന്നെ മൗലികഗണങ്ങൾ ഇത്രയും നമ്മൾ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലാസ് ക്ലിയർ ആണോ? ഓക്കെ. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. മനസ്സിലാകുന്നുണ്ട്? ഉത്തരങ്ങളെല്ലാം പറയാൻ പറ്റുന്നുണ്ടല്ലോ? അപ്പോൾ താങ്ക്